ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്രിക്കറ്റ് വിത്ത് ഷാൻസി ഷാ. ഒരു പുതിയൊരു എപ്പിസോഡായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ നമുക്ക് തൊടുപുഴയിൽ ഒരു ഓൾ കേരള ടൂർണമെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ 8 AM കളി വരുന്നത്. അപ്പോൾ നമ്മൾ രാത്രി തന്നെ അങ്ങോട്ട് പോവാണ്. നമ്മൾ അവിടെ ആയിരിക്കും ഇന്ന് സ്റ്റേ. അങ്ങനെ നമ്മളൊരു തൊടുപുഴ എത്തി. തൊടുപുഴ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ മറ്റേ ദൃശ്യത്തിലൊക്കെ വരുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ടു. കല്യാൺ സിൽക്സ് അങ്ങനെയല്ല, അങ്ങനെ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റേ നമ്മൾ കണ്ടുപിടിച്ചു. പടത്തിൽ ജോർജ് കുട്ടി പറയുന്ന പോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് തൊടുപുഴ. അപ്പോൾ നമ്മൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ റൂം വരുന്നത്. നമുക്ക് ബഡ്ജറ്റായിട്ട് കിട്ടിയത് 1100 രൂപയാണ് റൂമിന് വന്നത്. നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൂം തന്നെയാണ്. നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലിൽ തന്നെ നമ്മൾ പോയി. അവിടെ നമുക്ക് കളി മോർണിംഗ് ആയതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഹൈ റേഞ്ച് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് വന്നത്. സാധാരണ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ ഫുഡ് വന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല വലിയ പൊറോട്ടയും നല്ല ടേസ്റ്റി കറിയായിരുന്നു. കറിയൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് 8 മണിക്കാണ് കളി തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് പുലർച്ചെ തന്നെ ഗ്രൗണ്ടിലേക്ക് പോകണം. നമുക്കൊരു 15 മിനിറ്റ് ആണ് തൊടുപുഴയിൽ നിന്ന് നമ്മുടെ KCA ഗ്രൗണ്ടിലേക്ക് ഉള്ളത്. അപ്പോൾ നല്ല കുറച്ച് ഉള്ളേരിയയിലാണ് നമുക്ക് ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലെത്തി. ഇവിടെ എന്തോ നമുക്ക് KCA ബോർഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ളൊരു പണി നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ലോറി കാര്യങ്ങളാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായ എൻട്രൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് തൊടുപുഴ KCA ഗ്രൗണ്ടിൽ വരുന്നത്. ഞാൻ പെരിന്തൽമണ്ണ KCA ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട്, KCPL ആയിട്ടും. അതുപോലെ തന്നെ ഈ വർഷം MS നായരും ഒക്കെ കളിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു വ്യൂ തന്നെ. അവിടെ ഒരു ക്രിക്കറ്റ് പ്രേമിക്ക് എപ്പോഴും ഇങ്ങനത്തെ ഗ്രൗണ്ടുകളിൽ കളിക്കാൻ വളരെ ഒരു ഫീലിംഗ് ആണ്. കാരണം നമ്മൾ TV-യിലൊക്കെ അത്ര അധികം കണ്ട് ആഗ്രഹിച്ചിട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ ഒരു മലയും. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. കാരണം കളിക്കൊരു ചെറിയ ഡിലേ ഉണ്ട്, മഴ ഉള്ളത് കൊണ്ട്. അങ്ങനെ അതേ കളി സ്റ്റാർട്ട് ആവാൻ തുടങ്ങാണ്. അപ്പോൾ നമുക്ക് ബോളിംഗ് ആണ്. നമ്മൾ ടോസ് കിട്ടി ബോളിംഗ് എടുത്തു. എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ ഒരു ഗ്രൗണ്ടിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ആംബിയൻസ് ആണ് കേട്ടോ. നല്ലൊരു ഫീലാണ് ഈ ഒരു ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ ഇറങ്ങുക. പെവിലിയൻ ഉണ്ട്, ഡഗ് ഔട്ട് ഉണ്ട്. നമുക്ക് നമ്മുടെ പ്ലേയേഴ്സ് റെഡി ആവാണ്. ഇത് ഓപ്പോസിറ്റ് ടീമാണ്. തകർപ്പൻ ഫോമിൽ കളിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ തിരിച്ച ഫസ്റ്റ് ബോളിംഗ് കഴിഞ്ഞു. നമ്മൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് 2 down ആണ് ബാറ്റ് ചെയ്തത്. ഇപ്പം വിക്കറ്റിലേക്ക് ഇറങ്ങി പോകുമ്പോൾ കിട്ടുന്നൊരു ഫീല്, അത് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഒന്നും ഉണ്ടായില്ലേ? ഓർഡർ അങ്ങോട്ട്
കുറച്ചൊന്ന് സ്ക്രാച്ച് ആയപ്പോൾ അപ്പൊ എന്റെ ബാറ്റിങ്ങിന്റെ കുറച്ച് വീഡിയോസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് കൂടി ഉണ്ട് ഗൈസ്. തൊട്ടടുത്ത് മീൻസ് ആ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഗ്രൗണ്ട് വരുന്നത്. അപ്പൊ ഒരേ സമയം നമുക്ക് 4 മാച്ചസ് ഒക്കെ നമുക്ക് നടത്താൻ പറ്റും. അവിടെ ഒരു മാച്ച് നടക്കുമ്പോൾ ഇവിടെ ഒരെണ്ണം നടക്കും. അങ്ങനെ ഇത് പക്ഷെ മറ്റേ ഗ്രൗണ്ടിനോട് കുറച്ച് ചെറുതാണ്, പക്ഷെ ഒട്ടും മോശമില്ല. വളരെ മനോഹരമായ ഗ്രൗണ്ട് തന്നെയാണ്. ഗ്രാസ് ഒക്കെ ആയിട്ട് നമുക്കൊരു നല്ല വിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രൗണ്ടാണ്. കുറച്ച് ലോങ് ആയിട്ടുണ്ട്, 2-3-4 വിക്കറ്റ് വെച്ചിട്ടുണ്ട് ഇതിൽ. വളരെ മനോഹരമായൊരു ആംബിയൻസ് ആണ് ഇങ്ങനത്തെ ഗ്രൗണ്ടുകളിൽ കളിക്കാൻ. അപ്പോൾ അവിടെ നെറ്റ്സിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. വീട്ടിലെ പുതിയ നെറ്റ്സ് വരുന്നുണ്ട്. ഇതെല്ലാം KCN അണ്ടറിൽ തന്നെയുള്ള. ഈ ഗ്രൗണ്ടിലും കോറോമാൻഡൽ ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞു. ഇവിടെ അത്ര മഴയുടെ ഒരു എഫക്റ്റ് ഇല്ലാഞ്ഞത് കൊണ്ട് അത് ടൈമിന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ചെറിയൊരു പാച്ച് അതുകൊണ്ട് ഇപ്പൊ മാച്ച് നടക്കാത്തത് കൊണ്ടാണ് എനിക്ക് വിക്കറ്റിലേക്ക് ഇറങ്ങി വിക്കറ്റൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നത്. അപ്പോ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരുപാട് വീഡിയോസും കാര്യങ്ങളും വരുന്നതായിരിക്കും. നടത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഷോർട്സ് കാണുന്നവർ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പാട്ടുകളും കാണുക. നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ മാച്ച് നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് തന്നെ വന്നു. ഓൾ കേരള ആയതുകൊണ്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള പ്ലേയേഴ്സിനെയൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് ടീമുകളിലും നമ്മുടെ ടീമുകളിലൊക്കെ കാണാം. റിപ്പിൾസ് താരം അക്ഷയ് TK. ഹായ് അക്ഷയ്, നല്ല ബോളിംഗ് ആയിരുന്നു. പിന്നെ ഇതാ അതുൽ സഞ്ജയ് എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിന് തൊട്ടടുത്തൊരു മനോഹരമായൊരു കാഴ്ച നമ്മൾ തിരിച്ച് പോരാൻ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കണ്ടത്. നമ്മൾ കളി കഴിഞ്ഞു പോകുന്നു. തിരിച്ചു വന്നപ്പോൾ നല്ല മഴയാണ് ഗൈസ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.